ഹായ്, നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ നല്ല ശമ്പളത്തിൽ നല്ല പൊസിഷനിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരുപാട് ജോലി ആഗ്രഹിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം. ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ CBI, NIA, സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ കസ്റ്റംസ്, പിന്നെ GST ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, തുടങ്ങി മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെന്റുകളിൽ നല്ല പൊസിഷനിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് SSCയുടെയും CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മുടെ SSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കേണ്ട SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വൺ ടൈം പ്രൊഫൈൽ നിങ്ങൾ ഒരു തവണ മുമ്പ് ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഏകദേശം ഇതിലേക്ക് ടോട്ടൽ 14,582 ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത്. അതുപോലെ ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ SC, ST, OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെയുള്ള ഏജ് ഇളവ് ലഭിക്കും. SC, STക്ക് 5 വയസ്സിന്റെയും OBCക്ക് 3 വയസ്സിന്റെയും എക്സ് സർവീസ്മാൻ മറ്റു PWD കാൻഡിഡേറ്റ്സ് ഒക്കെ അതിൻ്റെയുള്ള ഏജ് ഇളവും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇതിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഉണ്ടാവില്ലേ, ചിലപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. അതുപോലെ അപേക്ഷിക്കേണ്ടത് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ssc.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതുവഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇതിലേക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ SC, ST, അതുപോലെ PWD കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ്, അതുപോലെ വനിതകൾക്കും ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. അവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ. അതുപോലെ തന്നെ മറ്റുള്ള കാറ്റഗറിക്കൊക്കെ 100 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അടുത്ത മാസം 4-ാം തീയതി വരെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ലാസ്റ്റ് ഡേറ്റ് നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സെർവർ ബിസി ആവാനും നിങ്ങളുടെ അവസരം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസും ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭിക്കാൻ വേണ്ടി എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.